കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരന്മാർക്കും യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ വിശുദ്ധ വന്ദനത്തെ അറിയിക്കുന്നു. ഓരോ ദിവസവും കരം പിടിച്ച് നമ്മെ നടത്തുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ അതിശ്രേഷ്ഠ നാമത്തിന് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കാലങ്ങളെയും സമയങ്ങളെയും മാറ്റാൻ കഴിവുള്ളൊരു ദൈവം, മറഞ്ഞിരിക്കുന്നതും ഗൂഢമായതും പുറത്തു കൊണ്ടുവരുന്നവൻ, അന്ധകാരം ഭൂമിയെ കുരുട്ട ജാതികളെ മൂടുമ്പോൾ യഹോവയുടെ തേജസ് നമ്മുടെ മേൽ ഉദിച്ചിരിക്കുന്നതിനാൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. നമ്മുടെ മേൽ ഉദിച്ചിരിക്കുന്ന തേജസ് എഴുന്നേറ്റ് പ്രകാശിക്കാൻ വേണ്ടിയാണ് നമ്മുടെ പ്രകാശം വന്നിരിക്കുന്നു. കൃപമേൽ കൃപ പ്രാപിച്ച് ദിവസങ്ങൾ ആത്മശക്തിയോടെ മുൻപോട്ട് പോകാൻ ദൈവമായ കർത്താവ് നമ്മെല്ലാം ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് ശക്തമായി പ്രഖ്യാപനം ചെയ്യാൻ ദൈവമഹത്വം നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഇടകളിലും വെളിപ്പെട്ട് വരുന്നത് കാണാൻ നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. യഹോവയായ ദൈവം മാറാത്തവനാണ്. അതുകൊണ്ടാണ് മലാക്കി പ്രവചനത്തിൽ ഇങ്ങനെ പറയും, യഹോവയായ ഞാൻ മാറാത്തവൻ. അതുകൊണ്ട് യാക്കോബിൻ്റെ പുത്രന്മാരെ, നിങ്ങൾ മുടിഞ്ഞു പോകാതെ ഇരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്, ദൈവത്തിൻ്റെ മഹത്വയാണ്, ദൈവത്തിൻ്റെ ശ്രേഷ്ഠകരമായ ഓരോ നടത്തിപ്പുകളും നമ്മളെപ്പറ്റിയുള്ളത് ഓർത്താൽ സ്വന്തം കഴിവുകൊണ്ടല്ല മുടിഞ്ഞു പോകാതിരിക്കുന്നത്, മിടുക്ക് കൊണ്ടല്ല, ബലം കൊണ്ടല്ല, ധനം കൊണ്ടല്ല, ആരോഗ്യം കൊണ്ടല്ല, യഹോവയുടെ. പണ്ട് പറയുവാനും എനിക്ക് ആരോഗ്യമുള്ളത് കൊണ്ട് ജീവിച്ചിരിക്കാൻ കഴിയും. പക്ഷേ മഹാമാരികൾ, ഒരു രോഗം മാറുമ്പോൾ പുതിയ രോഗങ്ങൾ, അതിൻ്റേതായ പകർച്ചവ്യാധികൾ ലോകത്തെയും ദേശത്തെയും സഹോദരങ്ങളെ നടുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഡോക്ടേഴ്സിൻ്റെ കരങ്ങളിൽ ആർക്കും സുരക്ഷിതമല്ല. അതുകൊണ്ട് വിളിച്ചു പറയാൻ കഴിയും, കൃപയാലാണ് ഞാൻ ഓരോ ദിവസവുമായിരിക്കും. നമുക്ക് ധൈര്യത്തോടെ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. തിരുവെഴുത്ത് പറയുന്നു, ധനവാൻ ധനത്തിലും ജ്ഞാനി ജ്ഞാനത്തിലും ബലവാൻ ബലത്തിലും പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നവനോ യഹോവയായ ദൈവത്തിൽ പ്രശംസിക്കട്ടെ. ഈ പ്രഭാതത്തിൽ ദൈവത്തിൽ പ്രശംസിക്കാൻ തയ്യാറാകുമെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ ചുറ്റിക്കൊള്ളും കേട്ടോ. ആകയാൽ ഇന്ന് പകലിലും നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം, ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിക്കാം. ദൈവം നമുക്ക് ഉദാഹരണം കിടത്തിയുമാണ്. എല്ലാ മേഖലകളും നമ്മെ ഉദ്ധരിച്ച് വീഴാതെ വണ്ണം ആനന്ദത്തോടെ നിർത്താൻ കഴിവുള്ള കർത്താവായ യേശുക്രിസ്തുവിന് ഇന്ന് പ്രഭാതത്തിലും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. എൻ മനമേ, നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക, കാരണം യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കും. കണ്ണിനെ കണ്ണുനീർന്ന് കാലിനെ വീഴ്ചയുന്ന പ്രാണനെ മരണത്തുനിന്ന് വിടുവിച്ച മഹാദയക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യാം. നാശകരമായ കുഴിയിൽ കുഴഞ്ഞ ചേറ്റിൽ കരേറിപ്പോയപ്പോൾ അടുത്ത സ്റ്റെപ്പുകൾ വെക്കുമ്പോൾ വീണ്ടും താണു പോയിക്കൊണ്ടിരുന്നപ്പോഴും അവിടെ നിന്ന് പിടിച്ച ഒരു കരമുണ്ട്, ബലമുള്ള കരം, നീട്ടിയ ഭുജം, വീര്യം പ്രവർത്തിക്കുന്ന കരം. ഇന്ന് പ്രഭാതത്തിലും തൻ്റെ ജനത്തിനു വേണ്ടി വെളിപ്പെട്ടു വരും എന്നുള്ളതിന് സംശയമില്ല. വളരെ സുപരിതമായൊരു വാക്യം, യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം 20-ാം വാക്യം. ആ പുരുഷന്മാർ അവൻ്റെ അടുക്കൽ വന്ന്, വരുവാനുള്ളവൻ നീയോ? അല്ല, ഞങ്ങൾ മറ്റൊരുത്തനെ കാത്തിരിക്കണമോ എന്ന് ചോദിപ്പാൻ യോഹന്നാൻ സ്നാപകൻ ഞങ്ങളെ നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശു ചെയ്ത അത്ഭുത പ്രവർത്തികൾ
യേശുവിനെ പറ്റിയുള്ള ശ്രുതി യഹൂദയിലെല്ലായിടത്തും പരക്കുവാനിടയായത്. നൈനിൽ യേശു ചെയ്ത കാര്യങ്ങൾ യോഹന്നാന്റെ ശിഷ്യന്മാർ യോഹന്നാനോട് അറിയിച്ചു. യോഹന്നാൻ സ്നാപകൻ 2 ശിഷ്യന്മാരെ വിളിച്ചിട്ട് കർത്താവിൻ്റെ അടുക്കിലേക്ക് അവരെ അയക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, വരുവാനുള്ളവൻ നീയോ, അല്ല ഞങ്ങൾ മറ്റൊരുത്തനെ കാത്തിരിക്കണമോ? ഈ ചോദ്യം യേശുവിനോട് ചോദിക്കാൻ പറഞ്ഞു. ആ പുരുഷന്മാർ അവൻ്റെ അടുക്കൽ വന്ന് ചോദിച്ച ചോദ്യമാണ് നമ്മൾ കേട്ടത്. ഞങ്ങൾ മറ്റൊരുത്തനെ കാണിക്കാൻ കാത്തിരിക്കണോ? മറ്റൊരുത്തനെയാണോ ഞങ്ങൾ കാണേണ്ടത്? അവർ ചോദിച്ചതിൻ്റെ അർത്ഥം. അതിനുള്ള മറുപടി അക്ഷരാർത്ഥത്തിൽ അവിടെ വെളിപ്പെട്ട് വരികയാണ്. ആ നാഴികൾ നോക്കൂ, ആ മണിക്കൂറിൽ അവൻ വ്യാധികളും ദണ്ഡനങ്ങളും ദുരാത്മാക്കളും ബാധിച്ച പലരെയും സൗഖ്യമാക്കുകയും പല കുരുടന്മാർക്ക് കാഴ്ച നൽകുകയും ചെയ്തിട്ട് അവരോട് വന്ന 2 ശിഷ്യന്മാരോട്, കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ സൗഖ്യമാകുന്നു, ശുദ്ധരായി തീർന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നു, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് യോഹന്നാനെ അറിയിപ്പീൻ എന്ന് പറഞ്ഞു. യോഹന്നാൻ സ്നാപകൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി ഡയറക്റ്റ് കൊടുക്കുകയല്ല, എന്നെ കാത്തിരിക്കണം എന്നല്ല, ഞാനാകുന്നെന്നല്ല പറഞ്ഞത്, ചെയ്തു കാണിക്കുകയാണ് തെളിവ് സഹിതം. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ യേശു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണെന്നും അവിടുത്തെ തൊട്ടാൽ സൗഖ്യം വരുമെന്നും ഈ യേശു മരണത്തെ ജയിച്ചവനാണെന്നും അവിടെ നിന്നും ജീവിക്കുന്നവനാണെന്നും ചോദ്യം ചോദിക്കുന്ന നിന്റെ പ്രാർത്ഥനയ്ക്കെതിരെ, നിന്റെ ആരാധനയ്ക്കെതിരെ, നിന്റെ തലമുറകൾക്കെതിരെ, നിന്റെ വിശുദ്ധിക്കെതിരെ, നിന്റെ അഭിഷേകത്തിനെതിരെ നിൽക്കുന്ന ചില ചോദ്യങ്ങൾക്ക് നീ അക്ഷരാർത്ഥത്തിൽ മറുപടി പറയേണ്ട കാര്യമില്ല. അത് ചെയ്ത് കാണിക്കുക. നീ ആരുടെ പുത്രനാണ്? ആരാണ് നിന്നെ തിരഞ്ഞെടുത്തത്? ആരുടെ പുറകെയാണ് നീ പോകുന്നത്? ആരുടെ വാക്ക് കേട്ടാണ് നീ സ്റ്റെപ്പ് എടുത്തത്? ആരാണ് നിന്നെ വിളിച്ചത്? ആരാണ് നിന്നെ തിരഞ്ഞെടുത്തത്? ആരുടെ ശബ്ദമാണ് കേട്ട് നീ മൂവ് ചെയ്യുന്നത്? നീ വാക്കുകൊണ്ട് പറയാതെ നിനക്ക് വേണ്ടി ചില അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, വീര്യപ്രവർത്തികൾ, ദണ്ഡനങ്ങൾ മാറുന്ന, ദുരാത്മാ ശക്തികൾ പുറത്തു പോകുന്ന, ഉയർക്കേണ്ടത് ഉയർക്കുന്ന, ഹല്ലേലൂയ, കാഴ്ചയില്ലാത്ത വിഷയങ്ങൾക്ക് കാഴ്ച ലഭിച്ച് വ്യക്തിത്വങ്ങൾ കാണുന്ന, ഹല്ലേലൂയ, ആ ഒരു തലത്തിലേക്ക് ഇന്ന് പകൽ ദൈവാത്മാവ് ചില വ്യക്തികളെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. നിന്നോട് ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ, നിന്റെ ദൈവം എവിടെയെന്ന് ചോദിക്കുമ്പോൾ, ഈ ദൈവത്തിന് എന്ത് പ്രത്യേകത എന്ന് ചോദിക്കുമ്പോൾ, ഇത്ര നാൾ പ്രാർത്ഥിച്ചിട്ട് നിന്റെ വിഷയത്തിന് മറുപടി വരുന്നില്ലയോ എന്ന് ചോദിക്കുമ്പോൾ, ദൈവാത്മാവ് സ്വർഗം തുറന്ന് നിനക്ക് വേണ്ടി ചില അത്ഭുത പ്രവർത്തികൾ, അടയാളങ്ങൾ, വീര്യപ്രവർത്തികൾ നിമിത്തം അവിടുത്തെ വാചനത്തെ ഉറപ്പിച്ചതുപോലെ ഞാൻ ഈ ദൂത പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നാളുകൾ നിന്റെ വിഷയത്തിന്മേൽ ഒരു ചോദ്യ ചിഹ്നമായി നിൽക്കുമ്പോൾ അതിൻ്റെ മേൽ ദൈവം ഒരു ആശ്ചര്യ ചിഹ്നമാക്കി മാറ്റി. ഈ വചനത്തിന്റെ ശക്തി വ്യാപരിക്കുക, കാണാൻ പോകുക, കേൾക്കാൻ പോകുക, ചിലത് ചാടി എഴുന്നേൽക്കാൻ പോകുക. ചില അന്ധകാര മണ്ഡലങ്ങൾ, പാരമ്പര്യ ശക്തികൾ ഇന്ന് പകൽ ഈ ദൂതിൻ്റെ മേൽ ശക്തി വ്യാപരിക്കുന്നു. വചനം ക്രിയയായി വെളിപ്പെടുക, റേമയായി വെളിപ്പെടുക, വചനത്തിൻ്റെ ശക്തി വ്യാപരിക്കുക. നാളുകൾ നിന്നോടും നിന്റെ തലമുറയോടും ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് ഇന്ന് പകൽ സ്വർഗം ഉത്തരം നൽകുക. കുരുടർ കാണുന്നു. ആ നാഴികയിൽ, ചോദ്യം ചോദിച്ച നാഴികയിൽ, അവർ നോക്കി നിൽക്കുന്ന നാഴികയിൽ മറുപടി തിരിച്ചു കൊടുക്കുക മാത്രമല്ല, ചെന്ന് പറയേണ്ട മറുപടി കണ്ടിട്ട് പോകത്തക്ക രീതിയിൽ ദൈവം ചില അത്ഭുതങ്ങൾ സഹോദരങ്ങളെ, നിങ്ങളോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് കണ്ടേച്ചു പോകത്തക്ക രീതിയിലുള്ള ദൈവപ്രവൃത്തി ഇന്ന് പകൽ അവിടുത്തെ ആത്മാവ് ചെയ്യാൻ പോയി. ആ നാഴികയിൽ അവൻ വ്യാധികൾ, കണ്ടോ, ദണ്ഡനങ്ങളും ദുരാത്മാക്കൾ ബാധിച്ച പലരെയും സൗഖ്യമാക്കി. ഒരു വലിയ സൗഖ്യം നിന്റെ ജീവിതത്തിൽ, ആന്തരിക സൗഖ്യം, ശാരീരിക സൗഖ്യം, കുടുംബജീവിതത്തിൽ സൗഖ്യം, തലമുറകളിൽ ഏതൊക്കെ വിഷയത്തിൽ വിടുതൽ വേണോ അത് സംഭവിക്കുന്ന പ്രത്യേക നിമിഷമത്രേ കുരുടർ കാഴ്ച. അത് നാളുകൾ അടഞ്ഞതാണ് അല്ലേ?
ആരെ അവർക്ക് കാണാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഈ പകൽ ചില ദൂതിൻ്റെ തെളിവായി ചിലത് കാണാൻ പോകുകയാണ്. നാളുകൾ അടഞ്ഞത് അന്ധത പിടിപ്പിച്ച ചില മണ്ഡലങ്ങൾ ഈ പകൽ തുറന്നു വരുന്നു. യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കപ്പെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മുടന്തർ നടക്കുകയും നേരെ നടക്കാൻ പറ്റാത്ത ചില വിഷയം, നിവർന്ന് നിൽക്കാൻ പറ്റാത്ത ചില വിഷയം, പ്രത്യക്ഷപ്പെടാത്ത പറ്റാത്ത ചില വിഷയങ്ങൾ, മറുപടി പറയാൻ പറ്റാത്തത്, ദൈവം നിന്നെ സമൂഹത്തിൽ നിർത്തി മറുപടി പറയത്തക്ക രീതിയിൽ ദൈവത്തിൻ്റെ അനോയിന്റിങ് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ വെളിപ്പെടെ വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്തോളൂ. ദൈവശക്തി നിങ്ങളുടെ മേൽ വരികയാണ്, നിങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ വരികയാണ്. യേശുവിൻ്റെ നാമത്തിൽ അഭിഷക്തന്മാർ നിങ്ങളുടെ മേൽ വരികയാണ്. എന്താ നിങ്ങളുടെ മിനിസ്ട്രി എന്ന് ചോദ്യം ചെയ്യുന്ന ചിലരുടെ മേൽ ദൈവാത്മാവ് കാണത്തക്ക രീതിയിൽ, പരസ്യമായി വെളിപ്പെടുത്തത്തക്ക രീതിയിൽ ചില ദൈവപ്രവർത്തികൾ നിങ്ങളുടെ കുടുംബത്തിനകത്ത് വരുന്നു. ശരീരത്തിൽ അതിപ്പോൾ തിരിച്ചറിയട്ടെ യേശുവിൻ്റെ നാമത്തിൽ. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച ശ്രേഷ്ഠ ആലോചനയ്ക്കായി സ്തോത്രം. അങ്ങയുടെ പ്രവർത്തികൾ അത്യുത്തമമാണ്, ശ്രേഷ്ഠമാണ്. കർത്താവേ, ചോദ്യത്തിന് ആ നാഴികയിൽ തന്നെ അക്ഷരാർത്ഥത്തിൽ കാണിച്ചു കൊടുക്കുന്ന, പ്രത്യക്ഷത്തിൽ വെളിപ്പെടുത്തിയ ചില മറുപടികൾ അവർ തിരിച്ചു എന്ന് പറഞ്ഞപ്പോൾ സംതൃപ്തിയോടെ യോഹന്നാൻ അത് റിസീവ് ചെയ്തതുപോലെ ഇന്ന് പകൽ ഞങ്ങളോടുള്ള ചില ചോദ്യങ്ങൾക്ക് പരിശുദ്ധാത്മാവ് നൽകുന്ന ചില ഉത്തരങ്ങൾ അനേകരെ അമ്പരപ്പിക്കുന്നതാകയാൽ, അടഞ്ഞ ചിലത് തുറക്കുന്നതാകയാൽ, നാളുകൾ ഡെഡായ ചില വാഗ്ദത്തങ്ങൾ ഉയർക്കുന്നതാകയാൽ, യേശുവിൻ്റെ നാമത്തിൽ ചില പാരമ്പര്യ ശക്തികൾ വിട്ടുപോകുന്നതിനാൽ നാളുകളായി ദണ്ണിപ്പിച്ച ചില ദണ്ഡനത്തിൻ്റെ ആത്മാവ് ഞങ്ങളുടെ ശരീരത്തെ, ഞങ്ങളുടെ കുടുംബങ്ങളെ വിട്ട് മാറിയിരിക്കാൻ ഇന്ന് പകൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ജയം പ്രഖ്യാപിക്കുന്നു. സകല മഹത്വം അങ്ങേക്ക്. യേശുക്രിസ്തുവിൻ്റെ തന്നെയുള്ള നാമത്തിൽ കൃപയുണ്ടായി പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ഇന്ന് പകൽ അവിടുത്തെ ആത്മാവിൻ്റെ പ്രവൃത്തി നിങ്ങൾ റിസീവ് ചെയ്യൂ. ദൈവാത്മാവ് നിങ്ങളെ നടത്തുന്നു. ദൈവാത്മാവിൻ്റെ അളവറ്റ വലുപ്പം നിങ്ങളുടെ മേൽ വെളിപ്പെടുന്നു. ഈ വചനങ്ങളാൽ അവിടുന്ന് സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.